എല്ലാ തർക്കങ്ങളും ജയിക്കേണ്ടതില്ല, എല്ലാ ആർഗ്യുമെന്റ്സിലും പങ്കെടുക്കേണ്ടതില്ല. ഉദാഹരണത്തിന്, ഒരാൾ മറ്റൊരാളോട് പറയുന്നു, ഇന്നലത്തെ പ്രോഗ്രാമിന് എന്നെ വിളിക്കാത്തത് എനിക്ക് വിഷമമായി, നേരത്തെ അറിയിക്കാത്തത്, അതുകൊണ്ട് എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. തിരിച്ചുള്ള മറുപടി, 6 മാസം മുമ്പ് ഒരു ഫംഗ്ഷനിൽ നീ വൈകി വന്നതുകൊണ്ട് അവിടുത്തെ ആ മൂഡ് സ്പോയിൽ ചെയ്തു. ഇങ്ങനെയാണ് കോൺവെർസേഷൻ പാറ്റേൺ എങ്കിൽ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. രണ്ടാമതൊരു എക്സാമ്പിൾ, നിങ്ങൾ കമ്പനിയിൽ നിങ്ങളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നു. കൂടെ ഒരാളുണ്ട് നിങ്ങളുടെ കൂടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ക്രൂഷ്യൽ പോയിന്റ്സ് എടുത്തുകൊണ്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു, എന്തിനാണ് ഞാനല്ലേ ഇത് പ്രിപ്പയർ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വല്ലാതെ ഇമോഷണൽ ആകുന്നു, സെൻസിറ്റീവ് ആകുന്നു. നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ നേച്ചർ ബാക്കിയുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന രീതിയാണ് കണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യരുത്. ആ സിറ്റുവേഷനിൽ ജസ്റ്റ് സ്കൂട്ടാവുക. അങ്ങനെ പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ഫ്രം സച്ച് ആസ്പെക്ട്സ്. ഇതിനെ നമുക്ക് ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി എന്ന് പറയാം. താങ്ക് യു.